നമസ്കാരം. വോയിസ് ഓഫ് ആർബിആറിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. എഴുത്തും വായനയും മാത്രം അറിയുന്നവർക്ക് മികച്ച തൊഴിലവസരങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യത ഇല്ലെങ്കിലും അപേക്ഷിക്കാവുന്ന വിവിധ ജോലികളെക്കുറിച്ചുള്ള വിവരങ്ങൾ, ആവശ്യമായ യോഗ്യത, പ്രായപരിധി, ശമ്പളം, അപേക്ഷിക്കേണ്ട രീതി, അവസാന തീയതി എന്നിവ ഈ വീഡിയോയിൽ വിശദമായി പരിചയപ്പെടുത്തുന്നു. നിങ്ങളോ നിങ്ങളുടെ കുടുംബാംഗങ്ങളോ സുഹൃത്തുക്കളോ ജോലി അന്വേഷിക്കുന്നവരാണെങ്കിൽ ഈ വീഡിയോ അവസാനം വരെ കാണുക. ഉപകാരപ്രദമെന്ന് തോന്നിയാൽ മറ്റുള്ളവരിലേക്ക് നിർബന്ധമായും ഷെയർ ചെയ്യുക. ഇത്തരം ഏറ്റവും പുതിയ സർക്കാർ, കേന്ദ്ര സർക്കാർ, പൊതുമേഖല, സ്വകാര്യ മേഖല തൊഴിൽ വാർത്തകൾ ദിവസവും അറിയാൻ വോയിസ് ഓഫ് ആർബിആർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൻ അമർത്തുകയും ചെയ്യുക. ഇനി ഇന്നത്തെ തൊഴിലവസരങ്ങളുടെ വിശദാംശങ്ങളിലേക്ക് കടക്കാം. എഴുത്തും വായനയും അറിയുന്നവർക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ സ്വീപ്പർ ജോലി നേടാം. എഴുത്തും വായനയും അറിയുന്നവർക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ സ്വീപ്പർ ജോലി നേടാൻ അവസരം. ദിവസ ശമ്പള നിരക്ക് ജോലി നേടാം. കാലിക്കറ്റ് സർവകലാശാലയുടെ സെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേഷൻ ഓഫീസ് JMC ഡോക്ടർ ജോൺ മത്തായി സെൻറ്ററിലെ മെയിൻസ് ഹോസ്റ്റലിൽ ഫുൾ ടൈം സ്വീപ്പർ തസ്തികയിലേക്കാണ് നിയമനം നടത്തുന്നതിനുള്ള പാനൽ തയ്യാറാക്കുന്നതിനായി പ്രാദേശിക നിവാസികളായ ഉദ്യോഗാർത്ഥികൾക്ക് മുൻഗണന കൊടുത്തുകൊണ്ട് അപേക്ഷകൾ ക്ഷണിക്കുന്നു. ഒഴിവ് വിവരങ്ങൾ: തസ്തികയുടെ പേര് ഫുൾ ടൈം സ്വീപ്പർ, ജോലിസ്ഥലം ഡോക്ടർ ജോൺ മത്തായി സെൻറ്റർ മെയിൻസ് ഹോസ്റ്റൽ, അരണാട്ടുകര, തൃശ്ശൂർ. യോഗ്യത: വായിക്കാനും എഴുതാനുമുള്ള കഴിവ്. പ്രായപരിധി 40 വയസ്സ്. പ്രായപരിധി ഇളവുകൾ: SC/ST OBC വിഭാഗക്കാർക്ക് ഉയർന്ന പ്രായപരിധിയിൽ നിയമാനുസൃതമായ ഇളവ് അനുവദനീയമാണ്. 60 വയസ്സ് വരെ അപേക്ഷ നൽകാം. അപേക്ഷിക്കേണ്ട വിലാസം: ക്യാമ്പസ് ഡയറക്ടർ ഡോക്ടർ ജോൺ മത്തായി സെന്റർ, കാലിക്കറ്റ് സർവകലാശാല, അരണാട്ടുകര PO, തൃശ്ശൂർ, കേരള. ഫോൺ നമ്പർ സ്ക്രീനിൽ കൊടുക്കുന്നു. പ്രധാന കുറിപ്പുകൾ: അവസാന തീയതിക്ക് ശേഷം ലഭിക്കുന്ന അപേക്ഷകൾ പരിഗണിക്കുന്നതല്ല. പ്രാദേശിക നിവാസികൾക്ക് മുൻഗണന ലഭിക്കും. ഏത് ഘട്ടത്തിലും പാനൽ അല്ലെങ്കിൽ റിക്രൂട്ട്മെന്റ് പ്രക്രിയ റദ്ദാക്കാനുള്ള അവകാശം സർവകലാശാലയ്ക്ക് ഉണ്ടായിരിക്കും. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി 2026 ജൂലൈ 15 വൈകുന്നേരം 5 മണി വരെ. അപേക്ഷകർ തപാൽ മാർഗമോ നേരിട്ടോ നിശ്ചിത തീയതിക്കുള്ളിൽ വിലാസത്തിൽ അപേക്ഷകൾ ലഭിക്കണം. അടുത്തത് മലയാള മനോരമയിൽ ജോലി ഒഴിവുകൾ. പ്രിയ ജോലി അന്വേഷകരെ, നിങ്ങൾക്കായി ഒരു സുവർണ അവസരം. പ്രമുഖ മാധ്യമ സ്ഥാപനമായ മലയാള മനോരമയുടെ മാട്രിമോണിയൽ പോർട്ടലായ m4mary.com കസ്റ്റമർ കെയർ അസിസ്റ്റന്റ് തസ്തികയിലേക്ക് ഇപ്പോൾ അപേക്ഷണിക്കുന്നു. കൊച്ചി ആസ്ഥാനമായുള്ള ഈ തൊഴിലവസരം കരിയറിൽ മികവ് പുലർത്താൻ ആഗ്രഹിക്കുന്നവർക്ക് മികച്ച അവസരമാണ്. അറിയേണ്ട പ്രധാന കാര്യങ്ങൾ: സ്ഥാപനം മലയാള മനോരമ, തസ്തിക കസ്റ്റമർ കെയർ അസിസ്റ്റന്റ്, ജോലിസ്ഥലം കടവത്ര, കൊച്ചി. പ്രായപരിധി 35 വയസ്സുവരെ. പരിചയസമ്പന്നർക്കും ഫ്രഷേഴ്സിനും അപേക്ഷ നൽകാം. ആവശ്യമായ യോഗ്യതകൾ: സെയിൽസ് അല്ലെങ്കിൽ കസ്റ്റമർ കെയർ മേഖലയിൽ പരിചയമുള്ളവർക്ക് മുൻഗണന ലഭിക്കും. ഈ മേഖലയിൽ മുൻപരിചയം ഇല്ലാത്തവർക്കും അപേക്ഷിക്കാവുന്നതാണ്. പരിശീലനം നൽകുന്നതാണ്. പ്രായം 35-നിടയിൽ പ്രായമുള്ളവർ ആയിരിക്കണം. ആകർഷകമായ ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും. തിരഞ്ഞെടുക്കപ്പെടുന്ന ഉദ്യോഗാർത്ഥികൾക്ക് മികച്ച ശമ്പള പാക്കേജിനൊപ്പം PF, ESI, ഗ്രാജുവിറ്റി, സെയിൽസ് ഇൻസെൻറ്റീവുകൾ, പ്രകടനത്തിനനുസരിച്ച് അധിക ആനുകൂല്യം ലഭിക്കും. എങ്ങനെ അപേക്ഷ നൽകാം? താല്പര്യമുള്ള യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ ഏറ്റവും പുതിയ റെസ്യൂം അല്ലെങ്കിൽ ബയോഡാറ്റ ഇമെയിൽ വിലാസത്തിലേക്ക് അയയ്ക്കുക. ഇമെയിൽ വിലാസം സ്ക്രീനിൽ കൊടുക്കുന്നു. ശ്രദ്ധിക്കുക, ഇമെയിൽ അയക്കുമ്പോൾ സബ്ജക്റ്റ് ലൈനിൽ ആപ്ലിക്കേഷൻ ഫോർ കസ്റ്റമർ കെയർ അസിസ്റ്റന്റ് എന്ന് വ്യക്തമായി രേഖപ്പെടുത്താൻ മറക്കരുത്. പതിവ് ചോദ്യങ്ങൾ: ഫ്രഷേഴ്സിന് അപേക്ഷിക്കാമോ? അതെ, പരിചയമില്ലാത്തവർക്കും അപേക്ഷിക്കാം. ജോലിസ്ഥലം എവിടെയാണ്? കടവത്ര, കൊച്ചി. അപേക്ഷിക്കാനുള്ള അവസാന തീയതി എന്നാണ്? പരസ്യത്തിൽ തീയതി വ്യക്തമാക്കിയിട്ടില്ല. അതിനാൽ എത്രയും വേഗം അപേക്ഷ നൽകുക. അടുത്തത് സർക്കാർ സ്ഥാപനത്തിൽ ഇന്റർവ്യൂ വഴി ഡ്രൈവർ ജോലി നേടാം. നോർക്ക റൂട്ട്സിൽ ഡ്രൈവർ നിയമനം. നോർക്ക റൂട്ട്സ് ആസ്ഥാനമായ തിരുവനന്തപുരം തൈക്കാട് നോർക്ക സെന്ററിൽ ആണ് നിയമനം നടക്കുന്നത്. തസ്തികയുടെ വിവരങ്ങൾ: ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡർ. നിയമന രീതി ദിവസവേതന അടിസ്ഥാനത്തിൽ. സ്ഥലം നോർക്ക സെന്റർ, തൈക്കാട്, തിരുവനന്തപുരം. യോഗ്യതകൾ: 10ാം ക്ലാസ് ജയം, LMV ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം.
സർക്കാർ, പൊതുമേഖല, സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഡ്രൈവറായി 4 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന. പ്രായപരിധി പരമാവധി 45 വയസ്സ്. അഭിമുഖത്തിന് ഹാജരാകേണ്ട രീതി: വിദ്യാഭ്യാസ യോഗ്യതാ സർട്ടിഫിക്കറ്റിൽ ഉണ്ടായിരിക്കണം. പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ്, ഡ്രൈവിംഗ് ലൈസൻസ്, ആധാർ കാർഡ് അല്ലെങ്കിൽ മറ്റ് തിരിച്ചറിയൽ രേഖകൾ. കൂടുതൽ വിവരങ്ങൾക്ക് ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കുക. വെബ്സൈറ്റ് ലിങ്ക് ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. അഭിമുഖം നടക്കുന്ന തീയതി ജൂലൈ 9, 11, നോർക്ക സെൻറ്റർ, തൈക്കാട്, തിരുവനന്തപുരം. 10ാം ക്ലാസ്സും ഡ്രൈവിംഗ് ലൈസൻസും ഉള്ളവർക്ക് സംസ്ഥാന ജലഗതാഗത വകുപ്പിൽ ജോലി നേടാം. സംസ്ഥാന ജലഗതാഗത വകുപ്പിൽ ബോട്ട് ശ്രാങ്ക് തസ്തികയിൽ കേരള PSC വഴി നിയമനം നടത്തുന്നു. 10ാം ക്ലാസ്സും ലൈസൻസും ഉള്ളവർക്ക് അപേക്ഷിക്കാം. 40 വയസ്സ് വരെയുള്ളവർക്കാണ് അവസരം. വകുപ്പ് കേരള സംസ്ഥാന ജലഗതാഗത വകുപ്പ്. ശമ്പളം 26,500 തൊട്ട് 60,700 വരെ. നേരിട്ടുള്ള നിയമനം. പ്രായപരിധി 18 മുതൽ 40 വയസ്സ് വരെ. 1986 ജനുവരി 2-നും 2008 ജനുവരി 1-നും ഇടയിൽ ജനിച്ചവർക്ക് അപേക്ഷിക്കാം. OBC, SC/ST വിഭാഗങ്ങൾക്ക് സർക്കാർ ചട്ടപ്രകാരമുള്ള പ്രായപരിധി ഇളവ് ലഭിക്കും. വിദ്യാഭ്യാസ യോഗ്യത 10ാം ക്ലാസ് വിജയിച്ചിരിക്കണം അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത ഉണ്ടായിരിക്കണം. 2010 കേരള ഇൻലാൻഡ് വൈൽഡ്സ് റൂൾസ് അല്ലെങ്കിൽ മെറൈൻ ഡിപ്പാർട്ട്മെൻറ്റ് അംഗീകരിച്ച് അതോറിറ്റി നൽകുന്ന സാധുവായ ശ്രാങ്ക് ലൈസൻസ് നിർബന്ധമാണ്. അപേക്ഷിക്കേണ്ട വിധം: ഉദ്യോഗാർത്ഥികൾ കേരള PSCയുടെ 1 ടൈം രജിസ്ട്രേഷൻ പ്രൊഫൈൽ വഴി ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കണം. അപേക്ഷയ്ക്ക് ഫീസില്ല. അപേക്ഷിക്കേണ്ട അവസാന തീയതി 2026 ഓഗസ്റ്റ് 5 ബുധനാഴ്ച രാത്രി 12 മണി വരെ. കൂടുതൽ വിവരങ്ങൾക്ക് ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിരിക്കുന്ന വിജ്ഞാപനം സന്ദർശിക്കുക. എഴുത്തു പരീക്ഷയോ അഭിമുഖമോ ഇല്ല. IOCL ഒഴിവുകൾ. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ലിമിറ്റഡ് IOCL ട്രേഡ് ടെക്നീഷ്യൻ അപ്രന്റീസ് തസ്തികയിൽ നിയമനം നടത്തുന്നു. ആകെ 1524 ഒഴിവാണ് ഉള്ളത്. ഗുജറാത്ത് 647, പാരദ്വീപ് 588, മധുര 151, ബൊഗാവ് 144 എന്നിങ്ങനെ 4 റിഫൈനറി യൂണിറ്റുകളിലാണ് അവസരം. അറ്റൻഡ് ഓപ്പറേറ്റർ കെമിക്കൽ പ്ലാന്റ്, ബോയിലർ, ട്രേഡ് അപ്രന്റീസ് ഫിറ്റർ, ടെക്നീഷ്യൻ അപ്രന്റീസ് കെമിക്കൽ, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഇൻസ്ട്രുമെന്റേഷൻ, സെക്രട്ടറിയൽ അസിസ്റ്റന്റ്, അക്കൗണ്ടന്റ്, ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ഫ്രഷർ, ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ സ്കിൽ സർട്ടിഫിക്കറ്റ് ഹോൾഡേഴ്സ് തുടങ്ങിയ തസ്തികകളിലാണ് നിയമനം. പ്രായപരിധി 18-24. നിയമാനുസൃതമായ ഇളവ് ലഭിക്കും. ഈ റിക്രൂട്ട്മെന്റിലേക്ക് എഴുത്തു പരീക്ഷയോ അഭിമുഖമോ ഇല്ല. ഉദ്യോഗാർത്ഥികൾ അടിസ്ഥാന യോഗ്യതാ പരീക്ഷയിൽ നേടിയ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കുന്ന മെറിറ്റ് ലിസ്റ്റ് വഴിയാണ് തിരഞ്ഞെടുപ്പ്. ഉദ്യോഗാർത്ഥികൾ 2 ഘട്ടങ്ങളിലൂടെ ഓൺലൈനായി അപേക്ഷിക്കണം. ഘട്ടം 1 തസ്തികയ്ക്ക് അനുസൃതമായി NAPS അല്ലെങ്കിൽ NATS പോർട്ടലുകളിൽ രജിസ്റ്റർ ചെയ്ത് അതത് റിഫൈനറിയുടെ ഒഴിവുകളിലേക്ക് അപ്ലൈ ചെയ്യുക. ഘട്ടം 2 ഇന്ത്യൻ ഓയിലിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിച്ച് മൈക്രോസോഫ്റ്റ് ഫോം ലിങ്ക് വഴി കൂടുതൽ വിവരങ്ങൾ സമർപ്പിക്കുക. ജൂലൈ 28 വരെ അപേക്ഷ നൽകാം.